കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തെ വളരെയധികം അപകടപ്പെടുത്തുന്ന ചില പ്രവണതകളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. UDF രാഷ്ട്രീയത്തിലെ യുവജന സംഘടനാ നേതാക്കൾ വഴിവിട്ട് പണമുണ്ടാക്കുന്നു. അവർ സുഖലോലുപമായ ജീവിതം നയിക്കുന്നു. നിരവധി വിദേശയാത്രകളിൽ ഏർപ്പെടുന്നു. സ്വദേശത്തും വിദേശത്തും ഒട്ടനവധി ബിസിനസ് സംരംഭങ്ങളിൽ ഭാഗവാക്കാവുന്നു. തങ്ങളുടെ എതിരാളികളായിട്ടുള്ള സാധാരണക്കാരായ നേതാക്കളെ ഈ ആളുകൾ, യൂത്ത് കോൺഗ്രസിലും യൂത്ത് ലീഗിലുമുള്ള ആളുകൾ, ഈ വമ്പന്മാർ പല വിധത്തിൽ ഉപദ്രവിക്കുന്നു. അവരെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവർക്കെതിരായി ഇവരുടെ തെറ്റായ പ്രവണതകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവരെ സംഘടനയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ മാത്രം ശക്തി സംഭരിച്ചവരാണിവർ എന്നുള്ളത് നമ്മെ വളരെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സംഘടനയിൽ നിന്ന് പുറത്താണ്. കാരണം ഒരു ജനപ്രതിനിധി, ഒരു പൊതുപ്രവർത്തകൻ, ഏതെങ്കിലും ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്നയാൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്തു എന്നുള്ളതിൻ്റെ പേരിലാണ് വലിയ തോതിൽ അദ്ദേഹത്തിനെതിരായി എല്ലാ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നതും കോൺഗ്രസ് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടി തീരുമാനിച്ചതും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലങ്കൈയായി അറിയപ്പെടുന്ന ഷാഫി പറമ്പിലും സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് ഇപ്പോഴും മുക്തനായിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെതിരായി വലിയ അഴിമതി ആരോപണങ്ങൾ, അവിഹിതമായുള്ള സ്വത്ത് സമ്പാദനം, മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും പദവികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അധികാര ദുർവിനിയോഗം, ഇതൊക്കെ തന്നെ നടത്തുന്നതായി വാർത്ത വരുന്നത്. കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഗൾഫിൽ ഇല്ലാത്ത ഒരു കമ്പനിയുടെ പേരിൽ സെയിൽസ് മാനേജർ എന്നുള്ള തസ്തികയിലിരുന്ന് 5.25 ലക്ഷം രൂപയാണ് ശമ്പളം വാങ്ങുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം ഞാൻ പുറത്തുവിടുകയുണ്ടായി. അതിന് ഉപോത്ഫലകമായിട്ടുള്ള തെളിവുകളും അണിനിരത്തുകയുണ്ടായി. എന്നാൽ അദ്ദേഹം അതിന് യാതൊരു മറുപടിയും പറഞ്ഞില്ല. അതിൻ്റെ നിയമസാധുത പരിശോധിക്കേണ്ടവർ പരിശോധിക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞത്. ആ പരിശോധന നടക്കും. പക്ഷേ ധാർമ്മികമായി ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ ഇവിടെ മുഴുസമയം പ്രവർത്തിക്കുകയും ഇല്ലാത്ത ഒരു കമ്പനിയുടെ ലാബലിൽ 5.25 ലക്ഷം രൂപ മാസം ഇന്ത്യയിലിരുന്നു കൊണ്ട്, കേരളത്തിലിരുന്നു കൊണ്ട് ശമ്പളം വാങ്ങുകയും ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന് പറയുന്ന കമ്പനി ദുബായിൽ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? അതിന് ഗോഡൗൺ ഉണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഉണ്ടായില്ല. തനിക്ക് ഒരുപാട് ബിസിനസ് സംരംഭങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്തത്. കൊപ്പത്തും കോഴിക്കോട് ഹൈലൈറ്റ് മാളിലും എമ്മി ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, 2 അതിൻ്റെ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നു. 2ലും ലൈസൻസി PK ഫിറോസ് അല്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ ബിനാമികളാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പാർട്ട്ണറാണ് എന്നാണ്. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ദുബായിൽ തന്നെ മറ്റു പല സ്ഥാപനങ്ങളും ഈ എമ്മി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അതേ ലൈസൻസി
പ്രധാനിയായിക്കൊണ്ട് നടത്തപ്പെടുന്ന വിവരം ലഭിക്കുന്നത്. ദുബായിൽ പ്രവർത്തിക്കുന്ന ബ്ലൂഫിൻ ടൂറിസം LLC എന്ന് പറയുന്ന സ്ഥാപനം, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ എന്ന് പറയുന്ന സ്ഥാപനം, ക്ലീനിങ്, മറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന വലിയ സ്ഥാപനങ്ങൾ, ഇതിനൊക്കെ തന്നെ ഭീമമായിട്ടുള്ള സാമ്പത്തിക മുടക്ക് ആവശ്യമാണ്. ഈ സാമ്പത്തിക സ്രോതസ് ഫിറോസിനെ പോലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും നമ്മളുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. അതിന് അദ്ദേഹം ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല. താൻ ഏതൊക്കെ കമ്പനികളുടെ പാർട്ട്ണറാണ് എന്നുള്ള വിവരം അദ്ദേഹം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. എത്ര മറച്ചുവെക്കാൻ കഴിയുമോ അത്രയും മറച്ചു വെച്ച് ആരെങ്കിലും ഇത് കൊണ്ടുവരുന്നത് മാത്രം സമ്മതിച്ചാൽ മതി എന്നുള്ള നിലയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഖത്തറിലും ഇദ്ദേഹത്തിന് പോളിക്ലിനിക്ക്, ഫാർമസി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്നുള്ള വിവരം അവിടെ നിന്നുള്ള ചില സുഹൃത്തുക്കൾ വിളിച്ചു പറയുകയുണ്ടായി. അതിൻ്റെ തെളിവുകൾ അവർ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ പറഞ്ഞ ഒരു കാര്യത്തിനും ശ്രീ PK ഫിറോസ് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. മറുപടി പറയാതെ അദ്ദേഹത്തിന് യൂത്ത് ലീഗിന്റെ ഭാരവാഹി എന്നുള്ള നിലയിൽ നിൽക്കാൻ യാതൊരു അവകാശവും ഇല്ല. അദ്ദേഹം ധനസമ്പാദനം നടത്തിയത് 2 കാര്യങ്ങളിലൂടെയാണ് എന്ന് ഞാൻ ആക്ഷേപിച്ചിരുന്നു. ഒന്ന്, കത്തുവ ഉന്നോവ ഫണ്ട്. അവിടെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ കുടുംബത്തെ രക്ഷിക്കാനെന്ന വ്യാജേന, അവർക്ക് കേസ് നടത്താനെന്ന വ്യാജേന സ്വരൂപിച്ച ഫണ്ട്. ആ ഫണ്ട് മുക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യൂത്ത് ലീഗ് സാധാരണഗതിയിൽ ഇതുപോലെ വളരെ വൈകാരികമായ ഒരു പ്രശ്നം ഉയർത്തിപ്പിടിച്ച് ഒരു ഫണ്ട് റൈസിങ്ങിന് മുന്നോട്ട് വന്നാൽ കോടിക്കണക്കിന് രൂപ കിട്ടും. പക്ഷേ പിരിച്ച പൈസ നേരിട്ട് വാങ്ങി ബാങ്കുകളിലൂടെ അതയക്കാതിരിക്കാൻ പ്രത്യേകം നിർദ്ദേശം നൽകി കോടികൾ പിരിച്ചെടുത്തു. ആ പിരിച്ചെടുത്ത പണത്തിൻ്റെ കണക്ക് ഇതുവരെ അദ്ദേഹം യൂത്ത് ലീഗിന്റെ കമ്മിറ്റിയിലോ യൂത്ത് ലീഗിന് പുറത്തോ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ യൂത്ത് ലീഗ് ഒരു ധോത്തി ചാലഞ്ച് നടത്തുകയുണ്ടായി. ആ ധോത്തി ചാലഞ്ചിൽ 2,72,000 തുണികൾ വിറ്റഴിക്കപ്പെട്ടു. രാംരാജ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ 2,72,000 തുണികൾ കൊടുത്തത്, അല്ലെങ്കിൽ അവരിൽ നിന്നാണ് വാങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാംരാജിൽ നിന്ന് എത്ര രൂപ വിലക്കാണ് ഈ തുണി വാങ്ങിയിട്ടുള്ളത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ ആ ബില്ല് കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിനെ സംബന്ധിച്ച് ഇന്ന് വരെ അദ്ദേഹം ഉച്ചരിച്ചിട്ടില്ല. കള്ളത്തരം അവിടെയും നടന്നിട്ടുണ്ട്. 2,72,000 തുണികളിൽ 100 രൂപ വ്യത്യാസം വന്നാൽ തന്നെ 2,72,00,000 രൂപയായി. അപ്പൊ 200 രൂപ വ്യത്യാസം വന്നാൽ 5.5 കോടിയിലധികം രൂപ അവിടെ മുക്കാൻ വേണ്ടി സാധിക്കും. 200 രൂപ പോലും അവർ കൊടുത്ത തുണിക്കില്ല എന്ന് അത് വാങ്ങിയിട്ടുള്ള പ്രവർത്തകന്മാരാണ് പറഞ്ഞത്. അതിന് ഫിറോസിന് എന്താണ് പറയാനുള്ളത്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാനൊരു തുണി ചൂണ്ടിക്കാണിച്ചിരുന്നു, ഉയർത്തി കാണിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് തുണി പൊക്കി കാണിക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ മൂപ്പര് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. തുണി പൊക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കൊന്നുമില്ല. അതാർക്കാണ് എന്ന് കേരള നിയമസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഒരേ ഒരു നേതാവേ, മുസ്ലിം ലീഗിന്റെ നേതാവ് മാത്രമേ തുണി പൊക്കി കാണിച്ചിട്ടുള്ളൂ എതിർപക്ഷത്തിരിക്കുന്ന ആളുകളോട്. ആ ആൾ ആരാണ് എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം. 3 കൊല്ലം ആ തുണി നിന്നില്ലേ? അത് തന്നെ ആ തുണിയുടെ ഡ്യൂറബിലിറ്റി വളരെ ലാസ്റ്റിംഗ് ഉള്ളതാണ് എന്ന്
മനസ്സിലാക്കാൻ തെളിവല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒരൊറ്റ ഉടുക്കലുടുത്ത് അലക്കി തേച്ച് വെച്ച മുണ്ടാണത്. പിന്നെ രണ്ടാമതൊന്ന് ഉടുക്കേണ്ടി വന്നിട്ടില്ല. അത്രയും മോശമായിരുന്നു ആ തുണി. എത്ര രൂപക്കാണ് രാംരാജിൽ നിന്ന് അവര് തുണി വാങ്ങിയത്? GST ബിൽ ഉൾപ്പെടെ രാംരാജിൽ നിന്ന് അവര് വാങ്ങിയത് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയത് അവർ നാട്ടിലെ ജനങ്ങളെ കാണിക്കണം. 2,72,000 ധോത്തി എന്നുള്ളത് അവര് തന്നെ പ്രഖ്യാപിച്ചതാണ്. രാംരാജ് കമ്പനിയെപ്പോലും സംശയത്തിന്റെ മുനയിൽ നിർത്തിയാണ് യൂത്ത് ലീഗ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു മറുപടിയുമില്ല. അതിന് മറുപടി പറയേണ്ടി വരും, ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടണം എന്നുള്ള നിലയിലാണ് 5-6 കൊല്ലം മുമ്പുള്ള ഒരു കാര്യവുമായി രംഗത്ത് വരുന്നത്. പാടിപ്പതിഞ്ഞത് കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയം ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ തിരൂരിന്റെ MLA ശ്രീ C. മമ്മൂട്ടി കൊണ്ടുവന്നതാണ്. അന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ അതിന് വ്യക്തമായിട്ട് സഭയിൽ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. ആ കാര്യമാണ് ഇപ്പോൾ വലിയൊരു ആനക്കാര്യം എന്നുള്ള നിലക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവ് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം അത് ഏറ്റെടുക്കാത്തത്? മലയാള സർവകലാശാലക്ക് ഭൂമി വാങ്ങിയതിൽ വല്ല അഴിമതിയും നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഉന്നയിക്കേണ്ടതും അത് എടുത്ത് സമൂഹമധ്യത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടതും പറയേണ്ടതും തിരൂരിനെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗിന്റെ MLA അല്ലേ? കുറുക്കോളി മൊയ്തീൻ സാഹിബ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിഷയം ഇന്നുവരെ പറയാതിരുന്നത്? നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? 4 കൊല്ലം കഴിഞ്ഞില്ല, 4.5 കൊല്ലമായി. ഈ 4.5 കൊല്ലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും കുറുക്കോളി മൊയ്തീൻ നിയമസഭയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി ഈ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. ജില്ലാ മുസ്ലിം ലീഗിന്റെ നേതൃത്വം 5 കൊല്ലം മുമ്പാ പറഞ്ഞത്. അവരെടുക്കാൻ വേണ്ടി തീരുമാനിച്ച ഭൂമി ഈ സർക്കാർ എടുക്കാൻ വേണ്ടി തീരുമാനിച്ച സാഹചര്യം, ആ സാഹചര്യത്തിലാണ് അവർ സമ്മതിക്കുന്നത് എന്തോ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് അവർക്കപ്പോഴാ തോന്നിയത്. അതുവരെ ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ആ കാര്യത്തിൽ ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ ജില്ലക്കാരനാണ്, മുനവർ അലി ശിഹാബ് തങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ? എന്താണ് പറയാത്തത്? ഇതിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് അവർക്കൊക്കെ അറിയുന്നത് കൊണ്ടാണ് അവർ പറയാത്തത്. മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടി ലീഡർ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട അഴിമതി അത്ര വലിയ ഒരു കാര്യമായിരുന്നെങ്കിൽ, ഒരാനക്കാര്യമായിരുന്നെങ്കിൽ, എന്നെ തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ പറയുമായിരുന്നില്ലേ? എന്തേ അദ്ദേഹവും ഒന്നും പറയുന്നില്ല? ആർക്കും വേണ്ടാത്ത ഒരു കാര്യം ഇപ്പോൾ ഒരു മഹാകാര്യം എന്നുള്ള നിലയിൽ എഴുന്നള്ളിച്ച് PK ഫിറോസ് കൊണ്ടുവന്നതിന്റെ കാരണം വ്യക്തമാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഫണ്ട് മുക്കൽ, ഹവാല ഇടപാട്, ഇതിലൂടെയെല്ലാം സമ്പാദിച്ചിട്ടുള്ള പണം കൊണ്ട് സ്വദേശത്തും വിദേശത്തും കെട്ടിപ്പൊക്കിയിട്ടുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾ, ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണ് ശ്രീ PK ഫിറോസ് ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുന്നത്. നേരത്തെ ഞാൻ ധോത്തി ചാലഞ്ചിന്റെ കാര്യം പറഞ്ഞു. ധോത്തി ചാലഞ്ച് മുസ്ലിം യൂത്ത് ലീഗ് അന്ന് നടത്തിയിട്ടുള്ള ധോത്തി ചാലഞ്ചിന്റെ പുതിയ തുണിയാണിത്. പഴയതാണ് എന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. ഇത് പുതിയതാണ്. നോക്കൂ, ധോത്തി ചാലഞ്ച് മുസ്ലിം യൂത്ത് ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി, ഇതിന് 720 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ചലഞ്ച് നടത്തുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗിനാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ശരി,
എത്ര പൈസ വേണമെങ്കിലും യൂത്ത് ലീഗ് എടുത്തോട്ടെ. പക്ഷേ ഇത് ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടല്ലേ? ഏറ്റവും ചുരുങ്ങിയത് ഈ സ്റ്റിക്കറെങ്കിലും ഒഴിവാക്കണ്ടേ? 720 രൂപയുടെ തുണി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് കൊടുത്തിരിക്കുന്നത് 200 രൂപ പോലും വിലയില്ലാത്ത 7,72,000 തുണികൾ വാങ്ങുമ്പോൾ 200 രൂപ പോലും ഹോൾസെയിൽ റേറ്റ് ഇല്ലാത്ത ഈ തുണിയാണ് ധോത്തി ചാലഞ്ച് എന്നുള്ള പേരിൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയത്. യൂത്ത് ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ എന്നെ ഏൽപ്പിച്ചതാണിത്. അല്ലാതെ എനിക്ക് ഈ തുണി എവിടുന്നാ കിട്ടുക? ഇതെല്ലാവരും ശരിക്കെടുക്കണം. നിങ്ങൾക്ക് തരും ഇത് വ്യക്തമായിട്ടെടുക്കാൻ. 100 രൂപയുടെ വ്യത്യാസം വന്നാൽ 2,72,00,000 രൂപയാണ് വരുന്നത്. 100 രൂപയുടെ വ്യത്യാസം വന്നാൽ. അപ്പൊ 200 രൂപയുടെ വ്യത്യാസം വന്നാലോ? യൂത്ത് ലീഗ് ആദ്യം പറഞ്ഞിരുന്നത് എന്താ? ഇതിൽ നിന്ന് ഏറിക്കഴിഞ്ഞാൽ 200 രൂപ യൂത്ത് ലീഗിന്, അത് തന്നെ യൂത്ത് ലീഗിന്റെ എല്ലാ കമ്മിറ്റികൾക്കുമായിട്ട് 100 രൂപ. അങ്ങനെ 100 രൂപ കിട്ടിയാൽ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് 2,72,000 തുണിയിൽ നിന്ന് 20 രൂപ വെച്ച് 54 ലക്ഷം രൂപ കിട്ടും. ആ 54 ലക്ഷം രൂപ യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഇതിന് 500 രൂപയാവും. 600 രൂപയാണല്ലോ വാങ്ങിയത് ആളുകളിൽ നിന്ന്. 600 രൂപക്ക് 720 രൂപയുടെ തുണി നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് അവർ നടത്തിയത്. അതാണ് ഞാൻ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചത്. 2 തുണി എടുത്തതിന് ശേഷം, ഈ തുണിയാണ് എടുത്തതിന് ശേഷം ഞാൻ ഒരു തുണി ചൂണ്ടിക്കാണിച്ചു. ഞാൻ എടുത്ത തുണിയാന്നേ പറഞ്ഞത്. അപ്പോ യൂത്ത് ലീഗിന്റെ പ്രവർത്തകര് 2 എടുത്ത തുണിയാണ് കൊടുത്തു തന്നത്. ഒന്നുകൂടി കൊടുത്തു തന്നു എനിക്ക് ഇത് പറഞ്ഞപ്പോ. ഇങ്ങനെയുള്ള പകൽ കൊള്ള നടത്തിയിട്ട് അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് യാതൊരു മറുപടിയും പറയാതെ കടന്നുകളയാൻ വേണ്ടി ഇപ്പോ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ട്. അതിൽ ജലീല് അന്നത്തെ മന്ത്രി എന്നുള്ള നിലയിൽ വലിയ തോതിൽ പണം സമ്പാദിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഈ വിവരം നിയമസഭയിൽ ഒന്ന് പറഞ്ഞൂടെ? ഞാനും അവിടെ ഉണ്ടല്ലോ. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഇവർക്കാർക്കും നിയമസഭയിൽ ഇത് പറയാൻ നാക്ക് പൊന്തിയില്ലേ? അപ്പൊ ലീഗിന്റെ നിയമസഭാ പാർട്ടിയുടെ നേതൃത്വം ഇത്ര ദുർബലമാണോ? ആ പ്രദേശക്കാരനാണല്ലോ ഷംസുദ്ദീൻ. ഈ സ്ഥലം ഏറ്റെടുത്ത, മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി സ്ഥലമെടുത്ത പ്രദേശത്ത് നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ് ഷംസുദ്ദീൻ MLA വീട്. ആ ഷംസുദ്ദീൻ MLA ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? PK ഫിറോസിന്റെ കൂടെ ഏറ്റവും ചുരുങ്ങിയത് ആ സ്ഥല സന്ദർശനം നടത്തുമ്പോൾ തിരൂർക്കാരനായിട്ടുള്ള യൂത്ത് ലീഗിന്റെ മുൻ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീനെ കൂട്ടാതിരുന്നത് എന്താ? ഷംസുദ്ദീൻ പോകണ്ടേ? ഇതൊരു വലിയ കാര്യമാണെങ്കിൽ ലീഗ് പോലും ഇത് അങ്ങനെ ഒരു വിഷയമേ അല്ല, ഇവന് രക്ഷപ്പെടാൻ വേണ്ടി ഇവൻ ഇപ്പോൾ പറയുന്നതാണ് എന്ന നിലക്ക് കാണുന്ന ഒരു വിഷയം. ആ വിഷയമാണ് ഇപ്പോ വലിയ കാര്യമായിട്ട് കൊണ്ടുവരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൊന്നും നടന്നിട്ടില്ല. ഒന്നാമത് ഫിറോസിന് പരിചയക്കുറവ് കൊണ്ടാവും. അദ്ദേഹം മത്സരിച്ച് തോറ്റയാളാണല്ലോ. ഫിറോസ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിച്ചു നോക്കുക, വ്യവസായ വകുപ്പിന് വേണ്ടി കുറച്ച് സ്ഥലം വേണം, അത് പണം കൊടുത്ത് വാങ്ങണം എന്നുണ്ടെങ്കിൽ വ്യവസായ വകുപ്പാണോ ഈ സ്ഥലമേറ്റെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിച്ചു നോക്കൂ. വേറെ ആരോടും ചോദിക്കേണ്ട. ഏത് വകുപ്പിനും സ്ഥലമേറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ പ്രപ്പോസൽ നമുക്ക് റവന്യൂ വകുപ്പിന് കൊടുക്കാം. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് ഇന്ന ആവശ്യത്തിന് സ്ഥലം വേണം, അത് റവന്യൂ വകുപ്പ് പണം കൊടുത്തോ അതല്ലെങ്കിൽ റവന്യൂ വകുപ്പിന് കീഴിൽ ഉള്ളതോ ആയിട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലഭ്യമാക്കണം എന്നാണ് കത്ത് കൊടുക്കുക. അല്ലാതെ വ്യവസായ വകുപ്പിന് ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്
റവന്യൂ വകുപ്പിനെ മറികടന്നുകൊണ്ട് വ്യവസായ വകുപ്പിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ജില്ലാ കളക്ടർമാരാണ് ഏത് സ്ഥാപനത്തിന് സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിലും ഏറ്റെടുക്കുക. അങ്ങനെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു മലയാളം സർവകലാശാലക്ക്. മലയാള സർവകലാശാലക്ക് ആദ്യം സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇപ്പോൾ നമ്മളുടെ ശിഹാബ് തങ്ങൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നിലനിൽക്കുന്ന കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ആ സ്ഥലം മുസ്ലിം ലീഗ് എന്താക്കി, അവരുടെ കീഴിലുള്ള സൊസൈറ്റിക്കാക്കി മാറ്റി. അത് മലയാള സർവകലാശാലക്ക് കൊടുത്തില്ല. ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ആശുപത്രി നിൽക്കുന്ന സ്ഥലം നെഞ്ചയാണ്, പാടാണത്. അവിടെ വലിയ മരങ്ങളോ തെങ്ങോ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. തണ്ണീർത്തട നിയമമനുസരിച്ച് അവിടെ കൺസ്ട്രക്ഷൻ നടത്താൻ പാടില്ലായിരുന്നു. എന്നാൽ UDFന്റെ സർക്കാരിൻ്റെ കാലത്ത് മലയാളം സർവകലാശാലയ്ക്ക് കണ്ടുവച്ചിരുന്ന ആ ഭൂമി മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? അന്ന് ലീഗാണല്ലോ ഭരിക്കണത്. ലീഗ് എന്ത് ചെയ്തു? അത് അവരുടെ കീഴിലുള്ള ഒരു സൊസൈറ്റിക്കാക്കി മാറ്റി. എന്നിട്ട് തണ്ണീർത്തട നിയമം നിലനിൽക്കെ ഒരു ആശുപത്രി തുടങ്ങാനെന്നുള്ള നിലയിൽ പ്രത്യേകാനുമതി അവിടം തൂർക്കുന്നതിന് വേണ്ടിയും അവിടെ ബിൽഡിങ്ങുകൾ പണിയുന്നതിന് വേണ്ടിയും സർക്കാരിൽ നിന്ന് വാങ്ങിയെടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നിൽക്കുന്ന സ്ഥലം മലയാളം സർവകലാശാലക്ക് എന്നുള്ള നിലയിൽ കണ്ടുവച്ചിരുന്നത് സർവകലാശാലക്ക് നഷ്ടമാകുന്നത്. പിന്നെ അവർ തന്നെ മറ്റു ഭൂമികൾ കണ്ടെത്താൻ വേണ്ടി നോക്കി. അങ്ങനെ അവരാണ് ഇപ്പോൾ സർവകലാശാലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഭൂമി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. അവരുടെ കാലത്താണ് എല്ലാ എഴുത്തുകുത്തുകളും നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 1,70,000 രൂപ ഇപ്പോൾ എടുത്തിട്ടുള്ള സ്ഥലത്തിന് ഭൂവുടമകളുമായി ചർച്ച ചെയ്ത് ആ കാര്യം തീരുമാനിച്ച് സർക്കാരിലേക്ക് അയക്കുന്നത് വില നിർണയ സാക്ഷ്യപത്രം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ കോപ്പി തരും. വില നിർണയ സാക്ഷ്യപത്രം എന്താണ് അതിൽ പറയുന്നത് എന്ന് നോക്കാം. മലപ്പുറം ജില്ല തിരൂർ താലൂക്ക് വെട്ടം വില്ലേജിലെ 141(6), 313(5), 313(3)B, 343(3), 315(3), 315(1), 313(1)B, 340(5), 341(1), 313(4)B, 341(6), 315(2), 313(6), 313(7), 313(8)B, 316(10) സർവേ നമ്പറുകളിൽപ്പെട്ട വസ്തു മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതിന് ജില്ലാതല വില നിർണയ സമിതി യോഗം ചേർന്ന് ഭൂ ഉടമകളുമായി ചർച്ച നടത്തിയതിൽ സെന്റ് ഒന്നിന് 1,70,000 രൂപ വില നിശ്ചയിച്ചിരിക്കുന്നു. ജില്ലാ കളക്ടർ മലപ്പുറം ഒപ്പ്. തീയതി കളക്ടറേറ്റ് മലപ്പുറം 22/2/2016. 22/2/2016 UDF ഭരിക്കുന്ന കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ വില നിർണയം നടത്തിയ സ്ഥലമാണിത്. എന്നിട്ട് ഇത് സർക്കാരിലേക്ക് അയച്ചു. ഇവർ പറയുന്നത് എന്താ? അത് അവസാന നാളായിരുന്നു, ഞങ്ങൾക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ സർക്കാരിലേക്ക് വന്നപ്പോഴേക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചു. മലപ്പുറം ജില്ലയിൽ അബ്ദുൾ റബ്ബിന്റെ നാടിനോട് തൊട്ടടുത്ത് അദ്ദേഹം തന്നെ രൂപം നൽകിയെന്ന് പറയപ്പെടുന്ന മലയാളം സർവകലാശാലക്ക് സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വില നിർണയ സമിതി കൂടുന്നതും ഈ വില നിശ്ചയിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നതും അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹം പങ്കെടുത്തു എന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹം അറിഞ്ഞില്ല എന്ന് നമ്മളിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയും? റവന്യൂ വകുപ്പാണ്. ഇനി അദ്ദേഹം അറിഞ്ഞില്ല എന്നാണെങ്കിൽ, ഇത് റവന്യൂ വകുപ്പാണ് ചെയ്തത്, ഞാൻ അറിഞ്ഞില്ല എന്നാണെങ്കിൽ അതേ കാര്യം എനിക്കും ബാധകമല്ലേ? ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ അദ്ദേഹത്തെ പോലെ തന്നെ ഞാനും സർവകലാശാലകളുടെ
ഭരണം നടത്തിയിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം അറിഞ്ഞിട്ടില്ലേ ഇത്? ശരി, അന്ന് ചേർന്ന യോഗം, ആ യോഗത്തിന്റെ മിനിറ്റ്സ് ഉണ്ട്. ആ യോഗത്തിന്റെ മിനിറ്റ്സ് ആണിത്. ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ, അവരെയാണ് നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ടത്. ഒന്ന് PV മോൺസി, ഡെപ്യൂട്ടി കളക്ടർ LA. 2 ശ്രീ T കൃഷ്ണൻ, ഫിനാൻസ് ഓഫീസർ. 3 ഡോക്ടർ അരുൺ, റവന്യൂ ഡിവിഷണൽ ഓഫീസർ തിരൂര്. 4 ശ്രീ മോഹനനാഥ ബാബു, AO മലയാളം സർവകലാശാല. ഈ 4 പേരാണ് DLPC എന്ന് പറയുന്ന ജില്ലാതല വില നിർണയിക്കുന്ന കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുത്തത്. ജില്ലാ കളക്ടറായിരുന്നു മീറ്റിംഗ് ചെയർ ചെയ്തത്. എന്നിട്ട് തീരുമാനങ്ങൾ, മലയാളം സർവകലാശാലയ്ക്ക് ആവശ്യമായി വരുന്ന 15 ഏക്കറോളം വരുന്ന ഭൂമിക്ക് വില നിശ്ചയിക്കുന്നതിനാണ് യോഗം ചേർന്നിരിക്കുന്നതെന്ന് അധ്യക്ഷൻ കൂടിയായ ജില്ലാ കളക്ടർ ആമുഖമായി പറഞ്ഞു. പ്രസ്തുത പദ്ധതിക്ക് ആവശ്യമായി വരുന്ന ഭൂമി 3 വിഭാഗത്തിൽപ്പെടുന്നവയാണ്. പ്രദേശത്തെ ഭൂമിയുടെ അടിസ്ഥാന വില 41,110 രൂപയാണെന്നും ഫെയർ വാല്യൂ മേൽവിലക്കും താഴെയാണ് വരുന്നതെന്നും കളക്ടർ യോഗത്തിൽ അറിയിച്ചു. മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന പ്രസ്തുത പ്രദേശത്ത് ഭൂമിക്ക് സെന്റൊന്നിന് 7 ലക്ഷം രൂപ വിലയുണ്ടെന്നും നിലവിലെ മാർക്കറ്റ് വാല്യൂ കൂടി കണക്കിലെടുത്ത് വില നിശ്ചയിക്കണമെന്നും ഭൂ ഉടമകൾ യോഗത്തിൽ പറഞ്ഞു. സർവേ നമ്പർ 313-ൽപ്പെട്ട PWD റോഡ് ആക്സസ് ഉള്ള കൊമേഴ്സ്യൽ പ്ലോട്ടായി കാണാവുന്ന 4.77 ഏക്കർ ഭൂമിയും സർവേ നമ്പർ 341-ലെ പഞ്ചായത്ത് റോഡ് ആക്സസ് ഉള്ള 4.42 ഏക്കർ ഭൂമിയും റോഡ് സൗകര്യങ്ങളില്ലാത്ത വെറ്റ്ലാൻഡ് വിഭാഗത്തിൽപ്പെടുന്ന 6 ഏക്കർ ഭൂമിയുമാണ് പ്രസ്തുത ഭൂമിയിൽ വരുന്നതെന്ന് കളക്ടർ അറിയിച്ചു. ഈ ഭൂമി 3 വിഭാഗത്തിൽപ്പെടുന്നവ ആയതിനാൽ ഈ ഭൂമി ഒരേ വില കാണാനാവില്ലെന്നും ജില്ലാ കളക്ടർ യോഗത്തിൽ പറഞ്ഞു. മൊത്തത്തിലുള്ള 15 ഏക്കറോളം വരുന്ന ഭൂമിക്ക് സെന്റൊന്നിന് 1 വിലയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഭൂ ഉടമകൾ യോഗത്തിൽ അറിയിച്ചു. പ്രസ്തുത പ്രദേശത്ത് സെന്റൊന്നിന് മാർക്കറ്റ് വാല്യൂ വളരെ കൂടുതലാണെന്നും 3 ലക്ഷം രൂപയെങ്കിലും സെന്റൊന്നിന് ലഭിക്കാതെ ഭൂമി നൽകാനാവില്ലെന്നും ഭൂ ഉടമകൾ പറഞ്ഞു. എന്നാൽ ഈ പ്രദേശത്ത് വെള്ളക്കെട്ടുള്ള പ്രദേശം കൂടി ഉൾപ്പെടുന്നതിനാൽ മേൽവിലയൊന്നും സെന്റൊന്നിന് ലഭിക്കില്ലെന്ന് കളക്ടർ യോഗത്തിൽ അറിയിച്ചു. മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി വിട്ട് നൽകുന്ന ഭൂമിക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരത്തിൽ നിന്നും വലിയൊരു തുക ആദായ നികുതി ഇനത്തിൽ നൽകേണ്ടതിനാൽ മേൽപ്പറഞ്ഞ വില തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൈവശക്കാർ അറിയിച്ചു. മൊത്തം ഭൂമി കണക്കിലെടുത്ത് സെന്റൊന്നിന് 1 ലക്ഷം രൂപ നൽകാമെന്ന് കളക്ടർ അറിയിച്ചു. മേൽവില തൃപ്തികരമല്ലെന്ന് ഭൂ ഉടമകൾ അറിയിച്ചു. തുടർന്ന് 20% കൂടി വർദ്ധിപ്പിച്ച് 1,20,000 രൂപ നൽകാമെന്ന് കളക്ടർ അറിയിച്ചു. പ്രസ്തുത വിലക്ക് ഭൂമി നൽകാനാവില്ലെന്ന് ഭൂ ഉടമകൾ അറിയിച്ചു. 10,000 രൂപ കൂടി വർദ്ധിപ്പിച്ച് 1,30,000 രൂപ വരെ നൽകാമെന്ന് കളക്ടർ ഭൂ ഉടമകളെ അറിയിച്ചു. പ്രസ്തുത വിലക്കും ഭൂമി വിട്ടു നൽകാൻ ഭൂ ഉടമകൾ തയ്യാറായില്ല. സെന്റൊന്നിന് 3 ലക്ഷം രൂപയാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ആയതിൽ നിന്ന് 10% കൂടി കുറച്ച് സെന്റൊന്നിന് 2,80,000 രൂപക്ക് ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണെന്ന് ഭൂ ഉടമകൾ അറിയിച്ചു. ആദായ നികുതി ഇനത്തിൽ നൽകേണ്ടി വരുന്ന സംഖ്യ കൂടി കുറക്കുമ്പോൾ നഷ്ടപരിഹാര ഇനത്തിൽ ലഭിക്കുന്ന സംഖ്യയിൽ വലിയൊരു കുറവുണ്ടാകുമെന്നും കൈവശക്കാർ അറിയിച്ചു. നഷ്ടപരിഹാര തുകയിൽ നിന്നും ആദായ നികുതി ഈടാക്കുന്നത് സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ ലഭിക്കേണ്ടതുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. മൊത്തത്തിൽ കണക്കിലെടുത്ത് സെന്റൊന്നിന് 1,50,000 രൂപ നൽകാൻ തയ്യാറാണെന്ന് കളക്ടർ അറിയിച്ചു. ആയതിന് തങ്ങൾക്ക് സമ്മതമില്ലെന്നും 2,50,000 രൂപയെങ്കിലും ലഭിക്കാതെ മൊത്തം ഭൂമി വിട്ടു നൽകാനാവില്ലെന്നും ഭൂ ഉടമകൾ അറിയിച്ചു. അത്രയും വലിയൊരു സംഖ്യ സെന്റൊന്നിന് നൽകാനാവില്ലെന്ന് കളക്ടർ അറിയിച്ചു. മലയാളം യൂണിവേഴ്സിറ്റി തിരൂരിൽ തന്നെ നിലവിൽ വരണമെന്നതാണ് ആഗ്രഹിക്കുന്നതെന്നും ആയതിനാൽ സെന്റൊന്നിന് 2 ലക്ഷം രൂപ വെച്ച് മൊത്തം ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണെന്നും ഭൂ ഉടമകൾ യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് 10% കൂടി വില വർദ്ധിപ്പിച്ച് മൊത്തം ഭൂമിയിൽ 1,65,000 രൂപ സെന്റൊന്നിന് നൽകാമെന്ന് കളക്ടർ അറിയിച്ചു. മൊത്തം ഭൂമിയിൽ സെന്റൊന്നിന് 2 ലക്ഷം രൂപയാണ് അവസാന വിലയായി സെന്റൊന്നിന് പ്രതീക്ഷിക്കുന്നതെന്ന് ഭൂ ഉടമകൾ അറിയിച്ചു. പ്രസ്തുത വിലക്ക് മുകളിൽ വില കാണാനാവില്ലെന്നും ഭൂമി 3 കാറ്റഗറി ആയതിനാൽ 3 തരത്തിൽ വില കാണേണ്ടതുണ്ടെന്നും കളക്ടർ അറിയിച്ചു. PWD റോഡ് ആക്സസ് ഉള്ള ഭൂമിക്ക് സെന്റൊന്നിന് 2,70,000 രൂപയും പഞ്ചായത്ത് റോഡ് ആക്സസ് ഉള്ള
ഭൂമിക്ക് സെന്റ് ഒന്നിന് 1,70,000 രൂപയും റോഡ് സൗകര്യങ്ങളില്ലാത്ത ഭൂമിക്ക് സെന്റ് ഒന്നിന് 70,000 രൂപയും വെച്ചും കാണേണ്ടതുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർന്ന് പ്രസ്തുത ഭൂമിയുടെ കൈവശക്കാരായ ആളുകൾ മൊത്തം ഭൂമിക്ക് സെന്റ് ഒന്നിന് ഒറ്റ വില നൽകിയാൽ മതിയെന്നും കൈവശക്കാർ അറിയിച്ചു. അങ്ങനെയെങ്കിലും ആവറേജ് വിലയായി 1,70,000 രൂപ സെന്റ് ഒന്നിന് നൽകാമെന്നും കൈവശക്കാരുടെ മൊത്തം അഭിപ്രായം കണക്കിലെടുത്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും കളക്ടർ യോഗത്തിൽ അറിയിച്ചു. 1:45 യോഗം അവസാനിച്ചു. മലപ്പുറം ജില്ലാ കളക്ടർ മലപ്പുറം. ഇതാണ് UDFന്റെ ഭരണകാലത്ത്, കോൺഗ്രസിന്റെ റവന്യൂ മന്ത്രി ഉണ്ടായിരുന്ന കാലത്ത്, മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്ന കാലത്ത് അന്ന് DLC ചേർന്ന് എടുത്തിട്ടുള്ള തീരുമാനം. അതിന്റെ മിനിറ്റ്സാണ് ഞാൻ ഈ വായിച്ചത്. വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ വൈസ് ചാൻസലർ ജയകുമാറിനെ നിങ്ങൾക്കൊക്കെ അറിയാലോ, പത്രക്കാർക്കറിയാലോ. ഈ സ്ഥലം വാങ്ങണമെന്ന് ഏതെങ്കിലും ആളുകൾ അദ്ദേഹത്തോട് നിർബന്ധം ചുമത്തുകയോ പറയുകയോ ചെയ്തതായി അദ്ദേഹം പറയട്ടെ. അദ്ദേഹം തന്നെയാണ് ഇതിന് ശേഷം LDF സർക്കാർ വന്നു. LDF സർക്കാർ വന്നതിന് ശേഷം 1,70,000 എന്നുള്ളത് സെന്റ് ഒന്നിന് 1,60,000 ആക്കി. 1,60,000 ആക്കിയതിൽ UDFന് വലിയ വിയോജിപ്പുണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് സെന്റ് ഒന്നിന് 10,000 രൂപ വെച്ച് കിട്ടണമെന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. 1,70,000 എന്നുള്ളത് 1,60,000 ആയപ്പോൾ ഇടനിലക്കാരെ ഒഴിവാക്കി ഡയറക്റ്റായി സർക്കാരുമായി കച്ചവടം ചെയ്യാം എന്ന് ഭൂവുടമകൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 1,60,000 എന്നുള്ള എമൗണ്ടിലേക്ക് കുറഞ്ഞത്. 17.5 ഏക്കർ എന്നുള്ളത് 11 ഏക്കറാക്കി ചുരുക്കി. വെള്ളക്കെട്ടുള്ള സ്ഥലമൊക്കെ ഒഴിവാക്കി, കണ്ടൽക്കാടുകളുടെ പ്രദേശം ഒഴിവാക്കി 11 ഏക്കറാക്കി ചുരുക്കി. ഇതാണ് അഴിമതി നടത്തി LDF സർക്കാരിന്റെ കാലത്ത് എന്ന് UDFകാർ ആക്ഷേപിക്കുന്നത്. സത്യത്തിൽ 10,000 രൂപ കൂട്ടി 1,70,000 തന്നെയായിരുന്നു LDF സർക്കാർ ഇതിന് വില നിശ്ചയിച്ചിരുന്നത് എങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. സെന്റ് ഒന്നിന് 10,000 രൂപ വെച്ച് മുസ്ലിം ലീഗിന്റെ അവിടുത്തെ പറമ്പ് കച്ചവടക്കാരായ ബ്രോക്കർമാർക്ക് കിട്ടിയില്ല, ലീഗിന്റെ പല പ്രാദേശിക നേതാക്കൾക്കും വിഹിതം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന് അത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി നോക്കിയത്. അല്ലാതെ ഇതിൽ വില കൂടുതലുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല. ബെഞ്ച് മാർക്കിന്റെ അവിടെ 1,20,000 സ്ഥലമുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അത് സന്ദർശിച്ച് ആ ഭൂമി പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം അങ്ങോട്ട് ഒരു വാഹനത്തിന്, ഒരു ബസ്സിന് മാത്രമേ പോകാൻ വേണ്ടി പറ്റൂ. ഇത് PWD റോഡിന്റെ ഓരത്താണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്ഥലം. എന്നാൽ ഉൾറോട്ടിന്, തദ്ദേശ സ്ഥാപന റോഡിന്റെ ഭാഗത്താണ് ബെഞ്ച് മാർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലം, അവർ ചൂണ്ടിക്കാണിച്ച സ്ഥലം. അതുകൊണ്ട് ആ സ്ഥലം എടുക്കേണ്ട എന്ന് ജയകുമാറാണ് തീരുമാനിച്ചത്. അത് റവന്യൂ വകുപ്പ് അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ നടന്നു. അവസാനം ഭൂമി വിലക്ക് ഏറ്റെടുക്കുന്നത് 9/11/2018 അതുമാത്രമാണ് 2018 നടക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്ന കാര്യം മാത്രം അതിന്റെ ഓർഡർ ഇവിടെ ഉണ്ട്. അല്ലാതെ ഭൂമിക്ക് വില നിശ്ചയിച്ചത്, രണ്ടാമതും ഭൂമിക്ക് ഈ സർക്കാർ വന്നതിന് ശേഷം 10,000 രൂപ കുറക്കുന്നത്, ഇതെല്ലാം നടക്കുന്നത് ഒന്ന് UDFന്റെ ഭരണകാലത്താണ്. രണ്ടാമത്തേത് LDF സർക്കാർ വന്നതിന് ശേഷം വില കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്, വില കൂട്ടുകയല്ല. കൂടുതൽ സ്ഥലം എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയല്ല ചെയ്തത്, 11 ഏക്കറിലാക്കി അത് പരിമിതപ്പെടുത്തുകയാണ് ചെയ്തത്.